നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതേ, ആരതി മാത്രം ഒരുങ്ങിയ പോരാ. ആദ്യ രാത്രിയും ശാന്തി മുഹൂർത്തം രണ്ടുപേർക്കും ഉണ്ട്. നീയും കൂടി ഇങ്ങോട്ട് വന്നിരുന്നേ. വന്നേ സീതമ്മ, നിന്നെയും ചെറുതായിട്ടൊന്ന് ഒരുക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കെ. രക്തബന്ധമൊന്നും ഇല്ലെങ്കിലും ഉള്ള ബന്ധത്തിന്റെ അവകാശവും സ്വാതന്ത്ര്യവും വെച്ച് എനിക്ക് രണ്ടാളോടും ചിലത് പറയാനുണ്ട്. രണ്ടുപേരുടെയും പുരുഷന്മാർ നേരത്തെ തന്നെ നിങ്ങളെ അടുത്തറിയാവുന്നവരാണ്. എങ്കിലും പുത്തൻ ജീവിതമാവുമ്പോൾ പുതിയ ആൾക്കാരോടെന്ന പോലെ തന്നെ വേണം അവരോട് ഇടപെട്ട് തുടങ്ങാൻ. അവരെ ബഹുമാനിക്കണം. അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ഒക്കെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ പോലും എതിർപ്പ് പാടില്ല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സീതമ്മ നല്ല പരിചിതയെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഒരുപാട് കല്യാണം കഴിച്ചവരെ പോലെ. ഒരു കല്യാണം തരുന്ന അനുഭവം മതി അഞ്ജലി ഒരുപാട് പേരെ ഉപദേശിക്കാൻ. ദാമ്പത്യത്തിന്റെ താക്കോലിരിക്കുന്നത് ഉത്തരത്തിലും എടുപ്പിലും നടപ്പിലൊന്നും അല്ല. അത് രണ്ടേ രണ്ടിടത്താണ്, കിടപ്പറയിലും അടുക്കളയിലും. ഈ രണ്ടിടത്തും പാളിച്ച പറ്റിയില്ലെങ്കിൽ ദാമ്പത്യം ജയിച്ചു എന്ന് തന്നെ പറയാം. അവിടെ പാളിയ തകർന്നു. ആരതി വേണം അത് പ്രത്യേകം മനസ്സിൽ വയ്ക്കാൻ. സീതമ്മ പറഞ്ഞത് കേട്ടല്ലോ. എന്റെ മോള് നിന്റെ മുൻകോപമൊക്കെ അവസാനിപ്പിക്കണം. മുരളി നല്ലവനാ. നിന്നോട് അവന് വലിയ ഇഷ്ടമുണ്ട്. മറ്റൊന്നും വേണ്ട, നീ അവനെ വെറുക്കാതിരുന്നാ മതി. പുതിയൊരു ജീവിതമാ. ഇഷ്ടം കൊടുത്തും തിരിച്ചു വാങ്ങിച്ചും മുന്നോട്ടു പോയാലേ ജീവിതം ഉണ്ടാവും. സീതമ്മ പറഞ്ഞത് ഓർത്തുവച്ചു. ഭർത്താവിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അങ്ങനെ അങ്ങ് നിഷേധിക്കാൻ പാടില്ല ഭാര്യമാര്. ആ പാലെടുത്ത് 2 ഗ്ലാസ്സിലൊഴിച്ച് ട്രെയിനിൽ വെച്ച് എടുത്തോണ്ട് വാ. മുല്ലപ്പൂവാണ് രണ്ടുപേരും ചൂടിയിരിക്കുന്നത്. മുറി ഇതിന്റെ മണം പറക്കുമ്പോ എന്താ തോന്നുന്നെന്ന് പറയാനാവില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.